എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാരറ്റിലേക്ക് സ്വാഗതം. ചതയം നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലമാണ് പറയുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ചതയം നക്ഷത്രക്കാരുടെ ഈ വരുന്ന ഒരു വർഷക്കാലത്തെ ഏപ്രിൽ 2025 മുതൽ 26 വരെയുള്ള ഒരു വർഷക്കാലത്തെ വിഷുഫലമാണ് നമ്മൾ പറയുന്നത്. Page of Pentacles, Chariot, King of Wands, Empress, Page of Cups, Seven of Cups, ആദ്യം തന്നെ പേജ് ഓഫ് കപ്സ് ആൻഡ് പേജ് ഓഫ് പെൻഡക്കിൾസ് എനർജി. ബ്യൂട്ടിഫുൾ എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ഒരു വർഷക്കാലം എന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷത്തിൻ്റെ സമയമാണ്. സന്തോഷം ജീവിതത്തെ വളരെയധികം തൃപ്തിപ്പെടുത്തുന്ന ഒരു വർഷമായിരിക്കും എന്ന് തന്നെ പറയാം. പുതിയ കാര്യങ്ങളാണ് ജീവിതത്തിൽ, ജീവിതത്തെ മാറ്റിമറിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നു. ഈ ഒരു വർഷം എന്ന് പറയുന്നത് പ്രോസ്പെരിറ്റിയുടെ, സമൃദ്ധിയുടെ, ഐശ്വര്യത്തിൻ്റെയും ഒരു വർഷമായിരിക്കും. നിങ്ങളുടെ ഉള്ളിലുള്ള കോൺഫിഡൻസ് വളരെ കൂടുതലായിരിക്കും. ധനം സമ്പാദിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സമയമാണ്. ധനം സമ്പാദിക്കുന്നത് എങ്ങനെ കൂടുതൽ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാം, എങ്ങനെ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കാം, ഈ ഇപ്പോൾ ഉള്ള വർഷത്തേക്കാൾ ഒരു 10 പടി മുകളിൽ എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു ലെവലിലേക്ക്, വലിയൊരു ലെവലിലേക്ക്, പൊസിഷനിലേക്ക് എത്താം. ഇപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ലെവലിൽ നിൽക്കുന്ന ആളുകൾക്കൊരു കോടീശ്വരനോ കോടീശ്വരി ആ ഒരു ലെവലിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ ചില ആളുകൾ ചിലപ്പോൾ പറയുന്നുണ്ടാവും എൻ്റെ ഇതൊന്നും നടക്കില്ല എന്നുള്ളത്. കാരണം അവരുടെ ജീവിതം അവർ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടല്ല. നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കാം. പല വഴികളിലൂടെ ധനലാഭം ഉണ്ടാക്കാനും മുന്നേറാനും പറ്റിയ അവസരങ്ങൾ വരുന്നുണ്ട്. അത് നോക്കിയും കണ്ടും പ്രയോജനപ്പെടുത്തിയ ജീവിതം എന്ന് പറയുന്നത് വളരെ സുന്ദരമായിട്ടുള്ളൊരു യാത്രയായിട്ട് നിങ്ങൾക്ക് അനുഭവയോഗ്യത്തിൽ വരുന്ന സമയമാണ്. ഈ ഒരു സമയം പുതിയ കരിയർ പാത്ത്, നിങ്ങളുടെ ജോലിയിൽ, ഔദ്യോഗിക ജീവിതത്തിൽ പുതിയൊരു പാത പിന്തുടരാൻ പറ്റിയ അവസരമുണ്ട്. നിങ്ങൾ ഇതുവരെ ചെയ്തിരുന്നതിൽ നിന്ന് ഉള്ള ഒരു ജോലിയിൽ നിന്ന് വലിയൊരു മാറ്റം മറ്റൊരു പാതയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്ലാൻസൊക്കെ മനസ്സിൽ, കൊച്ചു പ്ലാൻസൊക്കെ ആയിരിക്കും ഇപ്പോൾ ഉണ്ടാവുക, അല്ലെങ്കിൽ പുതിയ ഐഡിയാസ് എന്തെങ്കിലുമൊക്കെ മനസ്സിലുണ്ടാവും. അതൊക്കെ റിയാലിറ്റി ആക്കി മാറ്റാൻ പറ്റിയ സമയമാണ്. മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയമാണ്. പുതിയ അവസരങ്ങൾ വരുന്ന സമയമാണ്. ഗുഡ് ന്യൂസ് കേൾക്കുന്ന ഒരു വർഷമായിരിക്കും. ശുഭവാർത്തകൾ, നിങ്ങളുടെ ഉള്ളിലുള്ളൊരു മാജിക്ക്, നിങ്ങളുടെ ഉള്ളിലൊരു പ്രത്യേക മാജിക് ഉണ്ട്, അത് പ്രവർത്തിപ്പിക്കാൻ പറ്റിയ സമയമാണ്. അതായത് മാജിക്ക് അത് സത്യമാണ്. അതായത് നിങ്ങളുടെ സ്വപ്നം സത്യസന്ധമായിട്ട് നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ സത്യമാക്കി തീർക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു വർഷക്കാലം. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സമയം എന്ന് പറയാം. അതായത് പ്രണയ സാക്ഷാത്കാരവും പ്രപ്പോസൽസൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ പ്രണയാഭ്യർത്ഥനകൾ വരുന്ന സമയമാണ്. വളരെയധികം ഒത്തിരി ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവും. നിങ്ങൾ ചുറ്റിനും നോക്കുന്ന കാര്യങ്ങളിൽ കാണുന്ന എല്ലാത്തിൽ നിന്നും നിങ്ങൾ കൗതുകത്തോടെ നോക്കി നിന്നിട്ട് അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടിട്ട് ജീവിതം മുന്നോട്ടേക്ക് നയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ജീവിതം നന്നായിട്ട് എൻജോയ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓവർലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ വലിയ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഇതിലേക്ക് പോകുന്നില്ല. അതായത് വികാരങ്ങൾ നിങ്ങൾ കടിച്ചമർത്തുന്നില്ല, സപ്രസ് ചെയ്യുന്നില്ല. അതേസമയം ഓവറായിട്ട് വികാരങ്ങൾ പ്രദർശിപ്പിക്കുന്നില്ല. നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ പുറത്തേക്ക് വിടും. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ള ആളുകളുടെ അടുത്ത് അത് എക്സ്പ്രസ് ചെയ്യുന്നു. പക്ഷെ എല്ലാവരുടെ അടുത്തും അങ്ങനെ തുറന്ന് പറയുന്നില്ല. വലിയ കാര്യമായിട്ട് ദേഷ്യപ്പെടുന്നതോ കരച്ചിലോ ബഹളമോ അങ്ങനത്തെ ഡ്രാമയൊന്നുമില്ല. പക്ഷെ നിങ്ങൾ മിതമായിട്ട് നിങ്ങളുടെ വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അതേസമയം. അപ്പോൾ ഒരു ബാലൻസ് ഉണ്ട് ജീവിതത്തിൽ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. എഗെയിൻ ഇവിടെ ഒരു മാജിക്കാണ്. ഈ ഒരു വർഷം നിങ്ങൾക്ക് ശരിക്കും ഒരു മാജിക് എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്ന് തന്നെ പറയാം. ചാരിയറ്റ് ആൻഡ് എംപ്രസ് എനർജിയാണ്. അപ്പോൾ ഇത് 2 തരത്തിൽ പറയുകയാണെങ്കിൽ ഫെമിനൈൻ, അതായത് ഡിവൈൻ മസ്കുലിൻ, ഡിവൈൻ ഫെമിനൈൻ എന്ന് പറയാം. അതായത് സ്ത്രീയും പുരുഷനും എന്നുള്ളൊരു സംഘം, അതായത് ശിവനും ശക്തിയും പോലത്തെ എനർജി. അതായത് എല്ലാ സൈഡും നിങ്ങൾ പോസിറ്റീവായിരിക്കും എന്നുള്ളത്.
അതായത് ഒരു മിതഭാഷയായിരിക്കും, വളരെ സെൻസിറ്റീവ്, സ്നേഹമോ ദയ ദാക്ഷിണ്യം കാരുണ്യം ഇതൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ വേണ്ടിടത്ത് വളരെ സ്ട്രോങ് ആയിട്ട് ധൈര്യത്തോട് കൂടിയിട്ട് ആരെയും ഭയക്കാതെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നുണ്ട്. അതായത് എവിടെയാണോ ദയാദാക്ഷിണ്യം കാരണത്തോടു കൂടി പെരുമാറേണ്ടത് അവിടെ അങ്ങനെ പെരുമാറുകയും ആരുടെ അടുത്താണോ കുറച്ച് നിങ്ങളെന്ന് പറയുന്നത് ആരാണെന്ന് കാണിച്ചു കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ നിങ്ങൾ ബോൾഡായിട്ട് നിന്ന് ഒന്നും അനാവശ്യമായിട്ട് ഡിസ്റെസ്പെക്റ്റ് ഒന്നും സഹിക്കുന്ന ഒരു രീതിയല്ല. ഈ ഒരു വർഷം നിങ്ങൾ സ്വന്തമായിട്ട് വീട് വാങ്ങിക്കാനുള്ള ഒരു അവസരമുണ്ട്, വാഹനം വാങ്ങിക്കാനുള്ള യോഗം കാണിക്കുന്നുണ്ട്, വിവാഹയോഗം, അതേപോലെ പ്രഗ്നൻസി, എല്ലാ തരത്തിലുള്ള മേഖലകളിലും അല്ലെങ്കിൽ പലരെയും സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളായിരിക്കാം. നിങ്ങൾ സ്വന്തമായിട്ട് പലതും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വന്തം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. ഇത് തുടങ്ങുന്ന സമയത്ത് ഒരു ചെറിയ രീതിയിലുള്ളൊരു ബിസിനസ് ആയിരിക്കാം സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ അത് വലിയ ലെവലിലേക്ക് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ പോകുന്നു. നമ്മൾ ചില യൂട്യൂബേഴ്സൊക്കെ കണ്ടിട്ടുണ്ടാവും. അവർ തുടങ്ങുന്ന സമയത്ത് അവർ വലിയ രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ വൈറലായി പിന്നെ അവർ ആ ഒരു രീതിയിലേക്ക് പോകുന്നു. നിങ്ങൾ യൂട്യൂബ് ചെയ്യണം എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് അത് എന്ത് തന്നെ ആയാലും പെട്ടെന്ന് കയറി ക്ലിക്കാവുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. സമയം ആ ഒരു മാജിക്കിൻ്റെ സമയമാണ്, അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ആ ഒരു സമയം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളായിട്ട് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ഇപ്പോൾ പ്രഗ്നൻസി സിറ്റുവേഷൻ കാണിക്കുന്നത് കൊണ്ടും നിങ്ങൾ ഒത്തിരി നാളായിട്ട് ശ്രമിച്ചിട്ട് നടക്കാത്തൊരു കാര്യമായതുകൊണ്ടും ഒത്തിരി മനസ്സിൽ ആഗ്രഹമുള്ളതായതുകൊണ്ടും അതിനും വേണ്ടുന്ന കാര്യങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ ഇതിനു മുമ്പും ചിലപ്പോൾ ഡോക്ടറെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഒന്നുകൂടി ഡോക്ടറെ കാണുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പുതിയ ഡോക്ടറെ കാണുന്നതോ അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ പ്രഗ്നൻസിക്ക് സാധ്യത സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു സമയം എന്ന് പറയാം. അതേപോലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ജീവിതത്തിൽ ഒത്തിരി നാളായിട്ട് നിങ്ങൾ അലട്ടുന്നൊരു പ്രശ്നം, ശാരീരികമായിട്ടുള്ള പ്രശ്നം, എന്തെങ്കിലും അസുഖങ്ങളായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളും അതിൽ നിന്നുള്ളൊരു മുക്തി നേടുന്ന സമയം ഹീലിംഗ് ആണ്. അപ്പോൾ ഹീലിംഗ് മാജിക് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഹീൽ ചെയ്യാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ പുതിയൊരു ഐഡിയ എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ ഒരു പുതിയ ഡോക്ടറെ കണ്ടതായിരിക്കും, അങ്ങനത്തെ ഒരു സാഹചര്യമാവാം. അപ്പോൾ അത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ചാരിയറ്റ് ആൻഡ് 7 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അവസരങ്ങളുടെ ഒത്തിരി അവസരങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇവിടെ ചില വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും ജീവിതത്തിൽ ദൈനംദിന പ്രവൃത്തികൾ, നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ദൈനംദിന പ്രവൃത്തികൾ അത് നിങ്ങൾ എന്നും ചെയ്യുന്ന കാര്യമായിരിക്കാം. പക്ഷെ അതൊരു അത്ര വലിയ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവില്ല. ഇത് ഞാൻ എന്നും സാധാരണ വീട്ടിൽ എന്നും ചെയ്യുന്നൊരു പണിയാണ് എന്ന് കരുതി നിങ്ങൾ എന്നും ചെയ്യുന്ന ചില കാര്യം നിങ്ങൾക്കൊരു വരുമാന മാർഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങൾക്ക് ഇതൊരു കാര്യമാണെന്നോ അല്ലെങ്കിൽ ഇത് വലിയ കാര്യമാണെന്നോ ഒരിക്കലും തോന്നാൻ ഇടവരുത്തിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ പ്രത്യേകിച്ച് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇത് വളരെ നന്നായിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ നിങ്ങളോടത് ഒരു വിലയ്ക്ക് വാങ്ങിക്കുക. ഇപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യുന്നതായിരിക്കാം, നിങ്ങൾ കുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതോ, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടോ, ചെടികളായിരിക്കാം, അപ്പോൾ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം പുറത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെടികളോ പൂക്കളോ മറ്റെന്തെങ്കിലും കരകൗശലങ്ങളായിരിക്കാം. മറ്റൊരാളത് ഇത് തരുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ പൈസ തരാമെന്ന് അങ്ങോട്ടേക്കായിരിക്കും പറയാം. അപ്പോഴായിരിക്കും നിങ്ങൾക്കൊരു ഐഡിയ വരുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾ സ്വയം വിശ്വസിക്കാൻ തുടങ്ങുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. നിങ്ങളുടെ കയ്യിലുള്ള മാജിക്ക്, നിങ്ങളുടെ കയ്യിലൊരു കഴിവുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ നിങ്ങളത് ചെറിയ രീതിയിൽ തുടങ്ങാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ വീട്ടമ്മമാരെ സംബന്ധിച്ച് നിങ്ങൾക്കും അവസരമാണ്, എല്ലാവർക്കും ഉള്ളൊരു അവസരം തരുന്നൊരു വർഷമായിരിക്കും ഈ ഒരു വർഷം. പ്രായമായിട്ടുള്ളവരാണെങ്കിലും ചെറിയ കുട്ടികൾ കോളേജിലൊക്കെ പഠിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്കും നിങ്ങളേതായിട്ടുള്ള ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ശാരീരിക സ്വാസ്ഥ്യം ഉള്ളവർക്കൊക്കെ അത് കുറയുന്നുണ്ട്, അസുഖങ്ങളൊക്കെ മാറുന്നു. അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങളിലും മാറ്റങ്ങളും തൃപ്തിയും വരുന്നൊരു വർഷമാണ്. എല്ലാവർക്കും ഉള്ള അവസരം ഈ വർഷത്തിലുണ്ട്. അപ്പോൾ നിങ്ങളത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, കിങ് ഓഫ് വോൺസ് ഇൻ പേജ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷം എന്ന് പറയാം. നിങ്ങളൊരു നാച്ചുറൽ ബോൺ ലീഡറാണത്. നിങ്ങൾക്ക് മറ്റുള്ളവരെ നയിക്കാൻ, നിങ്ങളുടെ ജീവിതം മാത്രമല്ല മറ്റുള്ളവരെ മുന്നോട്ടേക്ക് നയിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്.
ഈ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒത്തിരി തിരക്കായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴും ചെയ്യാനുണ്ടാവും. അപ്പോൾ ഒരു പണിയില്ലാതെ വെറുതെ വീട്ടിലിരിക്കുകയാണെന്ന് സ്ഥിരം കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തീരെ സമയമില്ല, തിരക്കാണ് എന്ന് മറ്റുള്ളവരോട് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു ഇതിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഇപ്പം മറ്റുള്ളവർ എന്തെങ്കിലും കാര്യത്തിന് എന്ത് പറയുമ്പോഴും നിങ്ങളെ ആ ഒരു രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് തിരക്കായതുകൊണ്ട് അതിന് സമയം ഉണ്ടാവില്ല എന്ന് നിങ്ങൾ അങ്ങോട്ട് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.